ഹലോ ഗൈസ് ഇപ്പോഴേക്ക് എല്ലാ സാധനങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയ ഒരു വീടായിട്ടാണ് ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബറി ബോബ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. സെറ്റ് ഗെയിമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ റോബറി ബോബ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കഥയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇവനൊരു ജയിലിലായിരുന്നു. അങ്ങനെ ഇവൻ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ നേരെ ഒരു സാധനം ഇവന് കൊടുത്ത് അത് വെച്ച് ഇവൻ കട്ട് ചെയ്ത് നേരെ വെളിയിലോട്ട് ഇറങ്ങി എന്നാണ് ഇവൻ കാണിക്കുന്നത്. സെറ്റ്. എന്നിട്ട് ഇവൻ ഈ ഒരു സംഭവം വെച്ച് എന്തൊരു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇതാരാണ് തന്നതെന്നാണ് ഇവൻ ആലോചിച്ചത്. സോറി ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരാളാണ് ഇവന് ഇത് തന്നത്. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടാലാ ഗൈസ് എന്താണ് ഇതിൽ ഫസ്റ്റ് തന്നെ കഥകളൊക്കെ ഉണ്ട്. എന്താണ് ഇനി സംഭവിക്കാൻ പോകണമെന്ന് എനിക്കൊട്ടും ഒരു പിടി പോലും ഇല്ല ഗൈസ്. സെറ്റ് സംഭവമാണ്. ഓക്കെ ഗൈസ്, ഇവൻ നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഗൈസ് ഇതാക്കേണ്ടത്. നമ്മളാ റോബറി ബോബ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇനി തൊട്ടാണ് നമ്മൾ നേരെ റോബറിയൊക്കെ ചെയ്യേണ്ടത്. ഗോൾഡ് ആണോ അതൊക്കെ എടുക്കണമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കിട്ടി ഗൈസ്. എന്തിനാ കിട്ടി? ഇത്രേ ഉള്ളൂ. എല്ലാ കളിയിലും ഇങ്ങനെയാണോ? എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു സെക്യൂരിറ്റിയും പിടിച്ചില്ല. ടൈമർ കറക്റ്റാണ്, പൈസയും കറക്റ്റാണ്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ബട്ട് രണ്ടാമത്തെ കളിയൊക്കെ കളിക്കുമ്പം ചെറുതായിട്ടെങ്കിലും മനസ്സിലാവുമായിരിക്കും. ഓക്കെ ഗൈസ്, ഇത് ചാപ്റ്റർ 1 ആണ് കേട്ടോ. ഓക്കെ, നോബഡി ഹോം. നെക്സ്റ്റ് ചാപ്റ്റർ. വീണ്ടും നമ്മൾ വേറെ എവിടെയും കണ്ട വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു റിപ്ലൈ എന്തെല്ലാം കണ്ട എഴുതിയിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ ഗൈസ്? ഇവിടെ സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റിയൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറേ ഗോൾഡൊക്കെ കളക്ട് ചെയ്യാണ്ട് ഗൈസ്. കുറേ ഗോൾഡൊക്കെ കളക്ട് ചെയ്യാണ്ട് ഇതൊക്കെ ഗോൾഡുകളാണ്. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാം നമ്മൾ കളക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് സെറ്റായിട്ട്. ഇവിടെ എന്താ കുറച്ച് ഗോൾഡൊക്കെ കളിക്കാണ്ട്. ഇതാണ് ഗൈസ് അടുത്ത ട്രഷർ. അതും എടുത്ത് ഇപ്പുറത്തും കുറച്ച് ഗോൾഡൊക്കെ കളക്ട് ചെയ്യാണ്ട് ഗൈസ്. അതൊക്കെ നമുക്ക് എടുക്കാം. അതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. സെറ്റായിരിക്കും. ഓക്കെ, നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. അടുത്തത് ആരുമില്ല, ഹോമിൽ ആരുമില്ല എന്നാണ് എൻ്റെ അകത്ത് എഴുതി കാണിച്ചിരുന്നത്. അപ്പോൾ അടുത്ത നെക്സ്റ്റിൽ ആരെങ്കിലും കാണാതിരിക്കത്തില്ല. സെക്യൂരിറ്റിയോ വേറെ ആൾക്കാരോ ആരെങ്കിലും കാണാതിരിക്കത്തില്ല ഗൈസ്, ഉറപ്പിച്ച്. കേസ് ഈ പ്രാവശ്യം അല്ല, വേറെ എന്തിനെങ്ങാണ്ടാണ്. എടുക്കോ, നമുക്ക് ഇനിയും കയറിച്ചെല്ലാം. ഇവിടെ ഉണ്ട് ഗൈസ് സെക്യൂരിറ്റി. ഇവിടെ ഉണ്ട്, പൊളിച്ചതാ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നത്. ഓക്കെ, സെറ്റായി. ഇവിടുത്തെ സെക്യൂരിറ്റി അമ്മാമ്മയാണ് ഗൈസ്. അമ്മുമ്മയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. കാണാതിരുന്നാൽ മതി ഗൈസ്. അങ്ങോട്ടൊക്കെ അമ്മുമ്മ പോവല്ലേ? കേസ് അമ്മുമ്മ അങ്ങോട്ടൊക്കെ പോകണുണ്ട്. പെട്ടെന്ന് ഈ ഒരു ഗോൾഡൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് നേരെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ എന്തിനാണോ നമുക്ക് നോക്കാം. അമ്മുമ്മ ആ സമയത്ത് ഇതായിക്കോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി പോകുമെന്നാണ് പറഞ്ഞത്. ഗോൾഡൊന്നും ഫുള്ളായിട്ട് കളക്ട് ചെയ്തില്ല. എന്നാലും നമുക്ക് ട്രഷർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ. ഒന്നോ ശബ്ദം കേട്ടറാ അമ്മ കണ്ട് ഗൈസ്. എന്നാലും നമ്മൾ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഗായ്സ്, ഇതാണ്ട ഇപ്പം അമ്മാമ്മ കണ്ടപ്പോൾ ഇവിടെ സെക്യൂരിറ്റി കണ്ടെന്നാണ് അർത്ഥം. സെക്യൂരിറ്റി കാണാതെ വേണം നമ്മൾ വരാൻ ഗൈസ്. പിന്നെ ആ ഗോൾഡൊക്കെ കളക്ട് ചെയ്യണം ഗൈസ്. അങ്ങനെയായിരുന്നു ഗൈസ്. ഫുള്ള് പണിയായി. അടുത്ത മിഷനാണിത്. ലെറ്റ്സ് ഗോ. ജസ്റ്റ് ഗോ. അന്തരം കണ്ട പറഞ്ഞിട്ടുണ്ട്. ഈ അമ്മാമ്മനാണ് നമ്മളെ ഇതിന് കൊണ്ടുവന്നിരുന്നത് ഫസ്റ്റ് തന്നെ. ഈ അമ്മാവനെന്നൊന്നും പറയാൻ പറ്റൂല, ഒരു ചെറുപ്പക്കാരനാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് മറ്റേ ഒരു GTA 1 ഒക്കെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ചെറുതായിട്ടൊരു ഇച്ചിരി കൂടെ കൂടുതലായിട്ട് ഇച്ചിരി കൂടെ വലുതായിട്ടാണ് ആൾക്കാരെ കാണിച്ചേക്കുന്നതെന്നേ ഉള്ളൂ. കണ്ട് ഗൈസ്. ഇനിയിപ്പോൾ പിടി കൊടുത്തേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി കണ്ടെന്നുള്ളൊരു ഇത് പോവും. ഓക്കെ ഗൈസ്, വീണ്ടും പോയി ഗൈസ്. ഒന്നും കൂടെ. ഈ മിഷൻ്റെ പേര് പിന്നെ ഈസി PC എന്നാണ് കേട്ടോ. എന്നിട്ടും അത്ര ഈസി ഒന്നുമല്ല, നമുക്ക് തോന്നാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് നല്ലോണം ഒരു ചാപ്റ്റർ, ഈ ഒറ്റൊരു ചാപ്റ്റർ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പ്രൊഫഷണൽ ആവും ഗൈസ്, ഉറപ്പിച്ച്.
ഇവിടെ ഉണ്ട് ഗൈസ്. ഇതുവരെയാണ് എസ്കേപ്പ് ആവുന്നത്. ഓക്കെ എസ്കേപ്പ് ആയില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഈസി പി സി ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ അമ്മാമ്മ ഒന്ന് കാണാതിരുന്നാൽ മതി. ഓ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗോൾഡ് മാത്രം ഫുൾ എടുത്തില്ല ഗൈസ്. പക്ഷേ ഗോൾഡ് അങ്ങോട്ട് ഫുൾ എടുക്കണമായിരുന്നു. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് കയറാം ഗൈസ്. ഓക്കെ റബ്ബർ റിബോപ്പ്. ഓക്കെ ഗൈസ് നമുക്ക് ഇനിയിപ്പോൾ നേരെ കയറാം. ഇതിൻ്റെ റബ്ബർ റിബോപ്പ് 2 ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ അപ്പാരെ എക്സ്പേർട്ട് ആവും. ഇത്രയൊന്നും അല്ല എക്സ്പേർട്ട് ആവേണ്ടത്. കുറേ അങ്ങ് എക്സ്പേർട്ട് ആവാനുണ്ട്. നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് എക്സ്പേർട്ട് ആയതേ ഉള്ളൂ. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ഈ സാധനങ്ങളെടുത്ത് റണ്ണിങ് ഈസ് നോയ്സർ ട്രൈ സ്പ്രിൻറ്റിങ് ടു ദ ഡോർ. പതിയെ പോകാനാണ് ഗൈസ് പറയുന്നത്. ലെറ്റ്സ് ഗോ. എസ്കേപ്പ് ആയി ഗൈസ്. വേറെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ എസ്കേപ്പ് ആയത്. വീണ്ടും നമ്മൾ ഗോൾഡ് മാത്രം എടുക്കുന്നില്ല ഗൈസ്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോൾഡ് മാത്രം നമ്മൾ എടുക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാം കറക്റ്റ് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ ചാപ്റ്റർ 1 അത്രയും സിമ്പിളൊന്നുമില്ല, എന്നാലും നമുക്ക് തോന്നുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഇച്ചിക്കൂടെ അല്ല ഒരു ചാപ്റ്റർ 2ൻ്റെ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും നല്ലോണം കളിക്കാൻ അറിയുന്ന ഒരാളാവും. ലെറ്റ്സ് ഗോ. ഇവിടെ ഈ അപ്പാപ്പനാണോ ഉള്ളത്? അപ്പാപ്പൻ എന്ന് പറയാൻ പറ്റില്ല. ശരി ഇച്ചി വയസ്സുള്ള പതിയെ പെട്ടെന്ന് കേസ് പെട്ടെന്ന് കയറിയിട്ടാണ് റൂമി. അല്ലെങ്കിൽ ഇപ്പം പണിയാണ് ഞാൻ റൂമിൽ കയറിയില്ലായിരുന്നെങ്കിൽ. ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. നേരെ ഇറങ്ങി ഓടയാണ് കേസ്. നേരെ ഓടയാണ്. ഇവിടെ ആരാ കിടക്കുന്നത് കേസ്? മൂലം പിടിച്ചിന്നു ഇല്ല കേസ്. അതൊരു ഇതായിരുന്നു കേട്ടാ. അത് നമ്മൾ തന്നെ ഒരു സ്റ്റാച്ചു ആണ്. നമ്മളെ വീടല്ലല്ലോ ഇത്. എന്നിട്ട് എങ്ങനെ കേസ് നമ്മളെ സ്റ്റാച്ചു വരുന്നത്? ഈ പ്രാവശ്യം നമുക്ക് ഗോൾഡ് എല്ലാം ഒന്ന് കളക്ട് ചെയ്യണം കേസ്. നാളെ പറ്റത്തോ. അയ്യോ പോലീസിനെ വിളിച്ച് ഇറങ്ങി ഓട് ഗൈസ്. സെക്യൂരിറ്റിക്കാർ കണ്ട്. എന്നാലും നമ്മൾ ബാക്കിയുള്ളത് ഗോൾഡ് എടുത്തില്ല ഗൈസ്. നമ്മൾ അതിൻ്റെ ഒരു പിടപ്പിൽ പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോയി. എന്നാലും പ്രശ്നമില്ല, നമുക്ക് ലെവൽ ജയിച്ചിട്ടുണ്ട് നമ്മൾ. ലെറ്റ്സ് ബോബ് ഇൻ ബോക്സ്. ഇനി എന്തായാലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഓക്കെ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് നേരെ പിന്നെ അകത്തോട്ട് കയറാം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഓ മോനെ ശബ്ദം കേട്ട് ബോക്സിൽ കയറ് ഗൈസ്. ഇയാൾ കണ്ടാലോ? ബോക്സിലൊക്കെ കയറാൻ പറ്റും ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. മോനെ കണ്ടുപിടിച്ചറാ. ഷേ ഇത് ഒരു പാടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ചെറിയൊരു പാടൊക്കെ ഉണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. വീണ്ടും നമ്മൾ ഇനിയിപ്പോൾ കയറിപ്പോയാണ്. പതിയെ നോയ്സ് ഉണ്ടാക്കാതെ പോകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കളയരുത്. ആവശ്യം വരുമ്പോൾ മാത്രം പെട്ടെന്ന് പടപടാന്ന് ചെയ്യണമെങ്കിൽ മാത്രം ഓടിയാൽ മതി. കണ്ട ഇവിടെയൊക്കെ എത്തുമ്പോൾ ഓടരുത്. ഇവിടെ എത്തുമ്പോൾ ഓടിക്കഴിഞ്ഞാൽ പണിയാണ്. നേരെ ബോക്സിൽ കയറി ഭാഗ്യമുണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് ട്രഷർ ആയിരിക്കുന്നത്. പ്രശ്നമില്ല, നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പം കയറാം. നമ്മളിപ്പോഴേ ഒരു എക്സ്പേർട്ട് ആയതുപോലെ എനിക്കൊരു ഫീലിങ്. ഇനി ഇവൻ്റെ ബാക്കിൽ കൂടെ നമുക്ക് നേരെ കയറാം. ഇവൻ ഇനി അവിടെ എത്തി കുറച്ച് നേരം നിൽക്കത്തോ. പെട്ടെന്ന് പോടാ. ഓ സിമ്പിൾ നമ്മൾ ആരും കാണാതെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇതിലെല്ലാം കറക്റ്റായ മതിയായിരുന്നു. യെസ് ഗൈസ് ഇത് പെർഫെക്റ്റ് ആണ് ഗൈസ്. എല്ലാം കറക്റ്റായിരുന്നു. ലെറ്റ്സ് ഗോ. സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ നെക്സ്റ്റ് ലെവൽ ഗൈസ്. ഓക്കെ നമ്മൾ നേരെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം അകത്തോട്ട് നമുക്ക് കയറി ചെല്ലാൻ. നല്ല വലിയ വീടാണ് ഇവിടെ. നല്ല വലിയ വീടാണ്. കോപ്സ് വിൽ ഇൻവെസ്റ്റിഗേറ്റ് ഓപ്പൺ ദ ഡോർ. ഓക്കെ ഇവിടെ കൂടെ ആരാ വരും, അതുകൊണ്ടാണ് ഈ കുത്തൂത്ത് കിടക്കുന്നത് ഗൈസ്. അവനാണ് ഗൈസ് വരുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ പൊളിക്കാനൊരു സ്ഥലമില്ല. ഇവിടെ എന്നാ കാണൂ.
കാണൂ, കണ്ടാ, ഓടറാ ഓടറാ ഓടറാ. ട്രഷർ എടു. ലെറ്റ്സ് ഗോ. ട്രഷർ എടുത്തിട്ടുണ്ട്. ഓഹുവേ, പിടിച്ചറാ, പിടിച്ച്. നല്ല ഫണ്ണുണ്ട്. എന്നാലും അയ്യോ, നല്ല ടാസ്ക് ആണ് ഗൈസ്. നല്ലൊരു ടാസ്ക് ഉള്ള പരിപാടിയാണ് ഈ റോബറി ബോംബ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കയറണം. പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇയാളെ കാണാൻ തന്നെ ഒരു വഴി എനിക്കുണ്ട്. ഇയാളെ കൂടെ അങ്ങ് പോയാൽ മതി. അതാകുമ്പോൾ നമ്മളൊക്കെ ഇയാളെ കാണത്തിൻ്റെ സിമ്പിൾ. ഇയാളെ തിരിയുന്ന മറ്റ് എസ്കേപ്പ് ആയി ബ്രോ. മോനെ എസ്കേപ്പ് ആടാ. സിമ്പിൾ. ഇയാളെ പിറകിൽ കൂടെ തന്നെ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും ഗൈസ്. ലെറ്റ്സ് ഗോ. ഡോറാടി തുറന്നേന്ന് നോക്കാൻ പോയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഗോൾഡ് ഒക്കെ അടക്കാം. ഗോൾഡ് എല്ലാം എടുക്കാം. അയ്യോ, കണ്ടുപിടിച്ച്. ഇതിച്ച് ടാസ്ക്കാണ് ഗൈസ്. ഈ ഒരു ലെവൽ ടാസ്ക്കാണ്. എനിക്ക് കളിക്കാൻ അറിയുന്നൊന്നുമല്ല ഗൈസ്. എന്നാലും ചെറുതായിട്ടൊക്കെ എനിക്കൊരു കളിക്കാനൊരു പിടിയൊക്കെ ഉണ്ട്. ഞാൻ GTA 1 കളിച്ചിട്ടൊക്കെ ഉണ്ട്. പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഒരു ഇതായിരിക്കും. GTA 1 മൊബൈലിലൊന്നും കയറ്റാൻ പറ്റില്ല. നമുക്ക് APK കയറ്റേണ്ടി വരും ഗൈസ്. ഞാൻ അത് തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. മൊബൈലിൽ തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ GTA 1 കളിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. മൊബൈലിൽ ഇങ്ങനെയല്ല ഗൈസ് കളിക്കുന്നത് GTA 1. എന്നിട്ട് എനിക്ക് ഇതുണ്ട് ഗൈസ്. എന്നാലും ഭയങ്കര ഇത് റോബർ ചെയ്യുന്ന ഒരു ഗെയിം വീണ്ടും പോയി ഗൈസ്. റോബർ ചെയ്യുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് ഇച്ചിരി കൂടെ ഒരു ഇതുണ്ട് ഗൈസ്. ദേഷ്യം ഒരു സിമ്പിൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒന്നും കൂടെ കളിക്കാം ഗൈസ്. എങ്ങനെയായിരുന്നാലും നമുക്ക് ജയിച്ചാൽ പറ്റൂ. എങ്ങനെയായിരുന്നാലും നമുക്ക് ജയിച്ചാൽ പറ്റൂ. നേരെ ഇവിടെ കയറിച്ചല്ല. ഇതൊക്കെ എടുക്കുക. നോയ്സ് കേട്ടു ഇവൻ. മോനെ, ഇത് പണിയായി ഗോയ്സ്. ഇച്ചി കൂടെ ടാസ്ക്കാണ് ഇത്. എങ്ങനെയെങ്കിലും പത്തിയെ കയറിയാൽ മതി ഗൈസ്. പത്തിയ ഗൈസ്. ഇനി കുറേ സമയം കിടക്കുന്നത്. പത്തിയെ കയറിയാൽ മതി. പതിയെ. എന്നാലും ഇവരങ്ങ് പോയി കളയുന്നതാണ് എൻ്റെ ഒരു escaped guys. Very escaped. Okay. Let's go. ഇതെടുത്തിട്ടുണ്ട്. ഇനി നേരെ ചെല്ലുക. അണ്ണാച്ചി പോടാ. ഡോർ ഓപ്പൺ ആയത് ആരാണ് നോക്കി പോയി. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി അവൻ തിരിച്ചാണ് വരുന്നത്. ആ ഡോർ നോക്കാൻ പോയി. ഓടാ. അയ്യോ, ഇറങ്ങി ഓടിക്കളഞ്ഞി. അയ്യോ ഗൈസ്, പൊളിച്ച്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചങ്ങ് അതിൻ്റെ പേരാണ്. നമ്മൾ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നല്ല സെറ്റാണ്. ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോറി ഫോർ ദിസ്. ഓക്കെ, ബൈ ഗൈസ്. എല്ലാവരും കണ്ടോണ്ടിരി. നിങ്ങൾ തന്നെ ഒരു ടൂൺ ഇട്ടിട്ട് കിങ് ഓഫ് എന്ന് നിങ്ങളെ മൈൻഡിൽ അങ്ങ് വിചാരിച്ചാൽ മതി. ബൈ ഓഫ് ചെയ്യടാ.